നല്ല പഞ്ഞി പോലെയുള്ള പെർഫെക്റ്റ് ഉണ്ണിയപ്പം തയ്യാറാക്കാൻ ഇനി മണിക്കൂറുകളൊന്നും കാത്തിരിക്കേണ്ട. ഏതാനും മിനിറ്റുകൾക്കകം തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു കപ്പ് പച്ചരി 2 മണിക്കൂർ കുതിർത്ത് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് ഒരു അരക്കപ്പ് തേങ്ങയാണ്. ഒരു കപ്പ് പച്ചരിക്ക് അരക്കപ്പ് തേങ്ങ. ഇനി ഒരു 1/4 കപ്പ് ചോറ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 2 ഏലക്കായയും ഒരു നുള്ള് നല്ല ജീരകവുമാണ്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് ശർക്കര പാനിയാണ്. അത് 2 അച്ച് ശർക്കര ഉരുക്കി പാനിയാക്കി തണുപ്പിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 പഴം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തതാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്ത മാവിന് മറ്റൊരു ബൗളിലേക്ക് ആക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു നുള്ള് അപ്പക്കാരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് നെയ്യിൽ വറുത്തെടുത്ത തേങ്ങാക്കൊത്താണ്. ഇത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. താല്പര്യമില്ലാത്തവർക്ക് ഒഴിവാക്കാം. മാവ് അല്പം കട്ടിയായിട്ടാണ് ഇരിക്കേണ്ടത്, അധികം ലൂസാവാൻ പാടില്ല. ഏകദേശം ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലായിരിക്കണം. ഇനി ഇതിനെ നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചൂടായ ഉണ്ണിയപ്പച്ചട്ടിയിൽ നമുക്ക് ചുട്ടെടുക്കാം. അതിനായി ഉണ്ണിയപ്പച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏത് ഓയിലായാലും മതി, എന്നാലും വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി അതിലേക്ക് മാവ് കുറേശ്ശെ കോരി ഒഴിച്ചു കൊടുക്കാം. അധികം നിറഞ്ഞു പോകരുത്, ഒരു 1/4 ഭാഗം ഒഴിച്ചാൽ മതി. നിറച്ചൊഴിച്ചാൽ ഒരു പക്ഷേ പൊങ്ങി വരുമ്പോൾ പുറത്തേക്ക് ഒഴുകും. ഈ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം. കൂടിപ്പോയാൽ ഉള്ളി വേവത്തില്ല, കരിഞ്ഞു പോകും. ഇനി ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ കളറാവണം. ഇനി ഓരോന്നായി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി ഇതിനെ നമുക്ക് 2 വശവും ഒരുപോലെ വെന്ത് കഴിഞ്ഞാൽ എടുത്ത് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ നല്ല സോഫ്റ്റാണെന്നുള്ളത്. കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോഴേക്കും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ഈസിയാണ്. താങ്ക് യു.